പ്രമേഹം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഹാർട്ട് അറ്റാക്കിനും വൃക്കരോഗത്തിനും സ്ട്രോക്കിനും ക്യാൻസറിനും കാഴ്ചക്കുറവിനും കേൾവിക്കുറവിനും ഉണങ്ങാത്ത വ്രണങ്ങൾക്കായും ഒക്കെ ചികിത്സ തേടേണ്ടി വരുന്ന രോഗികളിൽ ഒട്ടുമിക്കവരും പ്രമേഹ രോഗികളാണ്. പ്രമേഹം തുടങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് അമിത ഗ്ലൂക്കോസ് കാരണം നാഡികളും ഞരമ്പുകളും കേടായി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, ചർമ്മരോഗങ്ങൾ, വ്രണങ്ങൾ, പല്ലുകൾക്ക് കേട്, ഓർമ്മക്കുറവ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യുന്നവരിലും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ഇതിന് കാരണം? പ്രമേഹത്തിൽ ഷുഗർ കൂടും എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അത് എങ്ങനെയാണ് രോഗമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പ്രമേഹ രോഗികളും അവരുടെ ബന്ധുക്കളും അത് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രമേഹം ശരീരകോശങ്ങളെയും അവയവങ്ങളെയും നശിപ്പിക്കുന്നത് തടയാനും പ്രമേഹത്തിൽ നിന്ന് മോചനം നേടാനും കഴിയും. ജീവിതശൈലി രോഗങ്ങൾ ഒന്നും മരുന്ന് കൊണ്ട് മാറ്റാനാകില്ല. പ്രമേഹവും ഒരു ജീവിതശൈലി രോഗമാണ്. പക്ഷേ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ജീവിതശൈലി ക്രമീകരിച്ച പ്രമേഹത്തിൽ നിന്നും അതിനായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും ഇഞ്ചക്ഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനാകും എന്നാണ്. പ്രമേഹത്തിൽ മോചനം നേടാൻ എന്ത് ചെയ്യണം? പ്രമേഹ രോഗികൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജനറലി തിങ്ക് ചെയ്യുന്നത് അത് ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് പ്രമേഹം വരുന്നത്. അതുകൊണ്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നു, പിന്നെ കുറേ ഗുളികകളും ഉണ്ട്. അത്രയാണ് ഡയബറ്റീസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ ഏതൊക്കെ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് ചോദിക്കുക, അതാണ് പിന്നെ ഉള്ളത് വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഡയബറ്റീസിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും തമ്മിലുള്ള വ്യത്യാസം അറിയണം. രണ്ട്, ഈ ഗ്ലൂക്കോസും ഇൻസുലിനും തമ്മിൽ ഇതിനെന്താണ് ബന്ധമിരിക്കുന്നത് എന്നുള്ളത് അറിയണം. അപ്പം നമ്മൾ ഗ്ലൂക്കോസാണല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, ഇൻസുലിനാണ് മരുന്നായിട്ട് എടുക്കുന്നത്. ഫൈനലി മറ്റുള്ള മരുന്നൊന്നും കേൾക്കാതെ വന്നതിന് ഫൈനലി ഇൻസുലിനാണ് എടുക്കുന്നത്. സോ എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ എന്നറിയണം. എല്ലാവരും ചിന്തിക്കുന്ന പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കുന്നു, പാൻക്രിയാസിന് ഇൻസുലിൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ലാതെ വരുമ്പോൾ ഡയബറ്റീസ് ആവുന്നതായിരിക്കും ജനറലി ഉള്ളൊരു ചിന്ത. ബേസിക്കലി ഈ ടൈപ്പ് 1 ഡയബറ്റീസിലാണ് പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പാൻക്രിയാസ് സെൽസ് നശിഞ്ഞു പോയി. അതും തുടക്കത്തിലേ ഉണ്ടാവില്ല. പാൻക്രിയാസ് ടൈപ്പ് 1 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുമ്പോഴേ മിക്കവാറും കൊച്ചു കുട്ടികൾക്കാണ് ഒരു 4-5 വയസ്സോ അല്ലെങ്കിൽ 10-14 വയസ്സോ ഒക്കെയുള്ള സമയത്താണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് തുടങ്ങുമ്പോഴേ പാൻക്രിയാസ് ഒന്നും നശിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഷുഗർ കൂടിയിട്ടുണ്ടാവും. കാരണം ഡയറ്റൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. പിന്നെ അതിനകത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ പാൻക്രിയാസിലെ ഐലറ്റ് സെൽസ് അല്ലെങ്കിൽ ബീറ്റാ സെൽസ് എന്ന് പറയും, അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ കണ്ടുപിടിച്ച് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റുന്നത്. കൂടുതൽ ടോക്സിൻസും ഈ പിള്ളേർക്കുള്ള മുട്ടായി ഉള്ള സോ മെനി ജങ്ക് ഫുഡ്, ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് പ്രായമുള്ളവരെക്കാളും കൂടുതൽ കുട്ടികളാണ്. അവർക്ക് നമ്മൾ ഈ അട്രാക്റ്റീവായിട്ടുള്ള കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ഇട്ടതും മധുരം ചോക്കത്തെ എല്ലാം മേടിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ രോഗത്തിലേക്ക് അവർ പോകുന്നത്. അപ്പം അത് മനസ്സിലാക്കി അത് തുടക്കം തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ പാൻക്രിയാസ് നശിക്കുന്നത് തടയാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റഡീസ് കാണിക്കുന്നത് വിതിൻ ടൈപ്പ് 1 ഡയബറ്റീസ് തുടങ്ങി ഒരു 2 വർഷത്തിനുള്ളിൽ പാൻക്രിയാസ് കംപ്ലീറ്റ്
നശിക്കുമെന്നാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻസുലിൻ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻസുലിൻ കൊടുത്തതുകൊണ്ട് ആയില്ല. അതുകൊണ്ട് നമ്മുടെ ഡിസീസിനെ പ്രോഗ്രഷനൊന്നും തടയാൻ പറ്റില്ല. വേറെ മരുന്നുകളോ അല്ലെങ്കിൽ സാധാരണ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കാറുണ്ട്. സ്റ്റിറോയിഡ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസും ഷുഗറും കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതും അതിന് ഇഫക്റ്റീവ് അല്ല. മറ്റിപ്പം ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ജനറലി പറയുന്ന ആർത്രൈറ്റിസിനും SLEക്കും ഒക്കെ നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് എടുക്കുന്നത്. അത് കൊടുക്കാനും ഇതിനകത്ത് പറ്റില്ല. അപ്പം ബേസിക്കലി നമ്മൾ അവിടെ ആകെ ചെയ്യാവുന്നത് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് തുടക്കത്തിൽ ആണെങ്കിൽ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിലും തുടക്കത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ പെപ്റ്റൈഡും ഇൻസുലിൻ ലെവലും ഒക്കെ നോർമലായിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ നമ്മൾ ഈവൻ ഒരു മാർജിനിലേക്ക് വന്ന് പെപ്റ്റൈഡൊക്കെ ഒരു 0.7 0.6 എങ്കിലും ഉള്ളവർക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഈവൻ മറ്റേ ഓട്ടോഇമ്യൂൺ ആൻറ്റിബോഡീസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാനും ഒരു പരിധി വരെ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ 2 വർഷം 3 വർഷം 4 വർഷമായി കംപ്ലീറ്റ് പാൻക്രിയാസ് ഡാമേജ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻസുലിൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും ഇൻസുലിൻ എടുത്താലും ഡയറ്റ് കൺട്രോളും കൂടി ചെയ്തില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഓവർ വെയ്റ്റ് വരും, ഫാറ്റ് അക്യുമുലേഷൻ വരും. അങ്ങനെ വന്ന് ഷുഗർ കൺട്രോൾ പിന്നെയും ഇൻസുലിൻ എടുത്താലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു നിലയിലേക്ക് വരും. അതായത് ടൈപ്പ് 2 ഡയബറ്റീസും കൂടെ വരും. ടൈപ്പ് 1 ഇൻസുലിൻ്റെ കുറവാണ്, പാൻക്രിയാസ് നശിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളഞ്ഞോ എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കും ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവിടെ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ മെയിൻ ഒരു കാരണം ഓവർ ബോഡിയിലുള്ള ഫാറ്റ് അക്യുമുലേഷനും നമ്മുടെ മെറ്റബോളിക് എററാണ് വരുന്നത്. അതിനകത്ത് മെറ്റബോളിസം കറക്റ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസുലിൻ കറക്റ്റായിട്ടല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ എന്തോ സ്ട്രക്ചറിൽ, കാരണം ഇൻസുലിൻ ഒക്കെ ഒരു പ്രോട്ടീനാണ്, അതിന് പ്രത്യേക ഒരു ഷേപ്പും കൂടെയൊക്കെ വേണം. ജസ്റ്റ് അത് സാധനം കെമിക്കലായിട്ട് ഇങ്ങനെ വന്നാൽ മാത്രം പോരാ, അതിനൊരു ഷേപ്പിലൊക്കെ തന്നെ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പം യൂഷ്വലി ടൈപ്പ് 2 ഡയബറ്റീസിൽ ഹൈപ്പർ ഇൻസുലിനിമയാണ്, ഇൻസുലിൻ അളവ് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ നമുക്ക് ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളിലോ അല്ലെങ്കിൽ വണ്ണം പ്രായമുള്ളവരിലോ ഒക്കെ വരുമ്പോഴാണെങ്കിലും സ്കിന്നൊക്കെ കറുത്ത് വരിക. എക്കാൻഡോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. മുഖത്തോ കഴുത്തിന് ചുറ്റും കക്ഷത്തിൽ പ്രൈവറ്റ് ഏരിയയിൽ ഇവിടെയൊക്കെ സ്കിൻ കറുത്ത് വരിക എന്നുള്ളതായിരിക്കും ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഇതിൽ ഷുഗർ കൂടുകയല്ല ചെയ്യുന്നത്, ആദ്യം ഇൻസുലിൻ്റെ അളവ് കൂട്ടി ബോഡി ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അതിന് പറ്റാതെ വന്ന് ഇൻസുലിനെ കൊണ്ട് പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിപ്പിച്ച് പിന്നെ പാൻക്രിയാസിന് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്നുള്ള നില, അതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഷുഗർ കൂടിത്തുടങ്ങുന്നത്. അപ്പം ഇതിൽ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഈ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻ്റ് നമ്മൾ കൂടുതലായിട്ട് ഇൻസുലിൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വിശപ്പും ഇതെല്ലാം കൂടെ വരും. ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഭയങ്കര വിശപ്പ്, അല്ലെങ്കിൽ ഷുഗർ താഴെ പോകും. അപ്പോൾ നമ്മൾ വിശപ്പ് വരും, അപ്പോൾ കൂടുതലെടുത്ത് അങ്ങനെ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിലും ഓവർ ഫാറ്റ് അക്യുമുലേഷൻ വന്നാൽ അതിൻ്റെ കൂടെ ടൈപ്പ് 2 കൂടെ വരും. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിന് ഇൻസുലിൻ ഒന്നും എടുത്താലും ഷുഗർ കൺട്രോൾ ആകാത്തൊരു നില വരും. ഈ സെയിം തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റും വരും. ആദ്യമൊക്കെ ഇൻസുലിനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൺട്രോളൊക്കെ കിട്ടും, മരുന്ന് വെച്ച് അതിന് മരുന്ന് വെച്ച് കൺട്രോളായിരിക്കും. പിന്നെ ഇൻസുലിൻ എടുത്തിട്ട് ആ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ റീസണബിൾ കൺട്രോൾ. പിന്നെ ഒരു എന്തൊക്കെ മരുന്ന് എടുത്താലും കൺട്രോളില്ലാതെ ഇടയ്ക്ക് അതേ സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയയിൽ ഈ തലകറക്കം പോലെ ഷുഗർ കുറഞ്ഞു പോയിട്ടുള്ള പ്രശ്നം വരും, കൂടുന്നതുകൊണ്ടുള്ളതും കുറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഒരു ഇടയിലായിരിക്കും. അപ്പം ശരിക്കും ഇതിലൊക്കെ പ്രോബ്ലം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഡയബറ്റിക് പേഷ്യൻ്റെ അസുഖങ്ങളുടെ അല്ലെങ്കിൽ ഈ രോഗങ്ങൾ അതിന് ഓർഗൻസിനെ ഡാമേജ് ചെയ്യുന്നത് ഷുഗർ മാത്രമല്ല, ഇൻസുലിൻ കൂടുന്നതും രോഗമാവുകയാണ് ചെയ്യുന്നത്. എന്ത് ഹോർമോൺ ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ബോഡിക്ക് ഹാംഫുള്ളാണ്. അപ്പം കുറഞ്ഞു പോകുന്നത് പോലെ തന്നെ ദോഷമാണ് കൂടുന്നത്. നമുക്കറിയാം ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോതൈറോയിഡിസത്തിന് നമ്മൾ ലിവോതൈറോക്സിൻ കൊടുക്കും. ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളെ ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ തൈറോയ്ഡ് ഗ്ലാൻഡിനെ തന്നെ എടുത്തു കളയും, അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്ത ഗ്ലാൻഡിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കണം. അപ്പം ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ തന്നെ നശിപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഡയബറ്റീസിൽ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ കൂടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇൻസുലിൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കുക. ടാബ്ലറ്റ് ആണെങ്കിലും ടാബ്ലറ്റും വർക്ക് ചെയ്യുന്ന ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ പല ഇൻസുലിൻ തന്നെ ഇഞ്ചക്ഷനായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശരിക്കും അത് നമുക്ക് ലോജിക്കലി തന്നെ ചിന്തിച്ചു ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ ഓർ അൺസയൻറ്റിഫിക്. നമ്മൾ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ലോജിക്കും കൂടി ചേരണമല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം മരുന്നുകൾ എടുക്കുന്നത് കറക്റ്റല്ല. ഈവൻ ജസ്റ്റേഷൻ ഡയബറ്റീസ്, നമുക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് നോക്കിയാലും അറിയാം. അതായത് പ്രഗ്നൻസിയിൽ വരുന്ന ഇത് ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് വണ്ണം വെച്ച് കഴിയുമ്പോൾ ആദ്യമൊന്നും ഉണ്ടാവില്ല. ഒരു 6-7 മാസം 4 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കുമാണ് ഷുഗർ കൂടാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഈ സെഡൻറ്ററി ഹാബിറ്റും കൊച്ചു 2 പേർക്കുമുള്ള ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഉള്ള ചോറും സ്വീറ്റ്സും പ്രഗ്നൻറ്റ് ലേഡീസിനെ കാണാൻ വരുമ്പം ഉള്ള കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ. ഇതെല്ലാം കൂടെ കഴിച്ച് വണ്ണം വെച്ച് ഓവർ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും പിന്നെ അനങ്ങാതെ ഇരിക്കുകയാണല്ലോ, ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് മുമ്പേ തന്നെ എക്സസൈസ് ഉണ്ടാവില്ല, പിന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ലാക്ക് ഓഫ് ആക്ടിവിറ്റിയും എക്സസ് കാലറി ഡയറ്റും വരുന്ന ലാക്ക് ഓഫ് ഈ കാലറി അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് റൈസ് ആണെങ്കിലും അതിനെ എക്സസ് ആയിട്ടുള്ളതിനെ മാറ്റി അതിനെ കൊഴുപ്പാക്കിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പം ഈ ജസ്റ്റ് പ്രഗ്നൻ്റ് ലേഡീസിന് വരുന്നതും ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് വിഭാഗത്തിലാണ് വരുന്നത്. ഡയബറ്റീസ് എങ്ങനെ നേരത്തെ നമ്മൾ കണ്ടെത്താം, അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ആകുന്നതിന് മുമ്പ് പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ തന്നെ ഈ സ്കിന്നിൻ്റെ കളർ ഡിഫറൻസ്, എക്കാൻതോസിസ് നൈഗ്രിഗൻസ് കണ്ട് കൊച്ചു പിള്ളേർ പോലും കാണാം പലരും ഇങ്ങനെ. അത് നമ്മൾ തോന്നാറുണ്ട് പിള്ളേരുടെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വണ്ണമുള്ള കുട്ടികൾ ഇങ്ങനെ കഴുത്തൊക്കെ കറുത്തിരിക്കുന്നത്. അത് പേരൻസ് അത് നോട്ട് ചെയ്യാത്ത എന്താണെന്ന് നമ്മൾക്ക് പോലും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആരും അതിന് കെയർ കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതാണ് കുട്ടികളുടെയൊക്കെ സ്കിന്നിൽ കഴുത്തിന് ചുറ്റും അല്ലെ മുഖത്ത് കക്ഷത്തിലൊക്കെ കറുപ്പ് കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് സീരിയസ് ആയിട്ട് എടുത്ത് അത് അവിടെ വെച്ച് തന്നെ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അവരെ എക്സസൈസ് ചെയ്യിപ്പിച്ച് ഫുഡിൽ കാലറി കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ വയറിന് അബ്ഡോമിനൽ ഒബേസിറ്റി, കുടവയറ് വരുവാണെങ്കിലും അതും നമ്മൾ ഡയബറ്റീസിലേക്കാണ് പോകുന്നതെന്ന് അപ്പോഴേ മനസ്സിലാക്കുക. പിന്നെ ഷുഗർ കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി കൂടി, അതായത് ഒരു 300-400ലേക്കൊക്കെ എത്തുമ്പോഴാണ് ഭയങ്കര ദാഹം, ഭയങ്കര വിശപ്പ്, എപ്പോഴും യൂറിൻ പോകണമെന്ന് തോന്നുക, വെള്ളം കുടിക്കുക, യൂറിൻ പോവുക, അങ്ങനെ പോളിയൂറിയ പോളിഡിപ്സിയ എന്നൊക്കെ പറയുന്ന ആ സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഒത്തിരി ഷുഗർ അൺകൺട്രോൾഡായി. ഡയബറ്റീസ് ശരിക്കും ഒട്ടും കൺട്രോളില്ല, ഷുഗർ ഒത്തിരി കൂടിക്കഴിയുമ്പോഴാണ്. പിന്നെ ഇങ്ങനെ ഷുഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഓർഗൻ ഡാമേജ്. ചിലർ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വല്ല ഡയബറ്റിക് എന്നൊക്കെ അറിയാം, എന്തെങ്കിലും ഒരു ഗുളികയും കഴിച്ച് നടക്കും, ഷുഗറും HbA1c ഒക്കെ അങ്ങ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോഴേക്കും ഓർഗൻ ഡാമേജ് വന്ന് ഓർഗൻ ഡാമേജ് വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ കേൾവിക്കുറവ്, ഓർ കിഡ്നി ഫെയിലിയർ. പക്ഷേ ഇതൊക്കെ നമ്മൾ എൻഡ് സ്റ്റേജിലാകുമ്പോഴേ എത്തുള്ളൂ എന്നുള്ളത്. ഹാർട്ടിൻ്റെയാണ് പിന്നെയും കുറച്ചും കൂടെ ഇത് നേരത്തെ കാണിക്കുന്നത്. കിഡ്നിയൊക്കെ ഫെയിൽ ചെയ്താൽ തീരെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അത് ക്രിയാറ്റിനൊക്കെ കൂടി 5th സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സിംറ്റംസ് വരുള്ളൂ. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് വരാവുന്ന ലിവറിന് പ്രോബ്ലം വരാം, ഫാറ്റി ലിവർ. തുടക്കം തന്നെ ഫാറ്റി ലിവർ ഉണ്ടാവും, ആരും മൈൻഡ് ചെയ്യൂല. അത് സിറോസിസ് ആയെന്ന് പറഞ്ഞാൽ പോലും മൈൻഡ് ചെയ്യില്ല, തുടക്കമല്ലേ ഉള്ളൂ, ഇങ്ങനെ പോകും. ഫൈനലി എൻഡ് സ്റ്റേജ് എത്തി രക്തം ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോഴും ഒക്കെയാണ്, അതായത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ലിവറിനകത്തെ ബ്ലഡ് സർക്കുലേഷനിൽ പ്രഷർ കൂടി രക്തം ഛർദ്ദിക്കാനൊക്കെ തുടങ്ങുമ്പം നമ്മൾ നോക്കി അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്, ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏർലി സിംറ്റംസ് നമ്മൾ പ്രത്യേകിച്ച് ഈ അക്കാൻതോസിസ് നൈഗ്രിഗൻസ് ഒക്കെ, അതായത് സ്കിന്നിൽ കളർ വ്യത്യാസം കാണുക ഒക്കെ ചെയ്താൽ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഗ്ലൂക്കോസ് നോക്കുക, ഗ്ലൂക്കോസ് കഴിച്ചുകൊണ്ട് ഒരു ടെസ്റ്റൊക്കെയാണ് പണ്ട് കഴിച്ചിരുന്നത്. ഗ്ലൂക്കോസ് കഴിച്ചിട്ട് അരമണിക്കൂർ ഇടവിട്ട് ടെസ്റ്റ് ചെയ്യാന്നൊക്കെ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് HbA1c നോക്കാം, ഈവൻ ഇൻസുലിൻ ലെവൽ നോക്കാം, ഈവൻ C-പെപ്റ്റൈഡ്, അതായത് ഇൻസുലിൻ ലെവൽ നോക്കി. അത് നമ്മൾ C-പെപ്റ്റൈഡ് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡയബറ്റീസ് ആണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിനും C-പെപ്റ്റൈഡും, ഇൻസുലിൻ ഓൾറെഡി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്കാണ് C-പെപ്റ്റൈഡ് ടെസ്റ്റ് നോക്കുമ്പം നമ്മളുടെ ബോഡി എന്തോരം ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റും.
അപ്പം നമ്മൾ ഈവൻ പാൻക്രിയാസ് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പാൻക്രിയാസ് തീരെ നശിഞ്ഞു പോയിട്ടില്ല. ടൈപ്പ് 1 ആണെന്ന് അത് പല പേഷ്യൻസും കാണാം. ടൈപ്പ് 1 ആണെന്നും പറഞ്ഞ് 10, 16 വയസ്സ് മുതൽ 4 നേരം ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ വന്ന് നോക്കുമ്പോൾ അത് ടൈപ്പ് 2 ആയിരിക്കും. അതായത് അവർ കറക്റ്റായിട്ട് പാൻക്രിയാസ് ഒരു മോഡറേറ്റ് ഫങ്ഷൻ ഉണ്ടാവും. ഒരു ജസ്റ്റ് മിനിമൽ ഫങ്ഷൻ പാൻക്രിയാസിനുണ്ടാവും. അത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് മരുന്നില്ലാതെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ് ഈ ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളതാണ് ആക്ച്വലി. ഡയബറ്റീസ് ആദ്യം തുടങ്ങുമ്പോൾ ഒരു ലക്ഷണവും കാണില്ല. ഗ്ലൂക്കോസ്, ഷുഗർ കുറച്ച് കൂടുതലാണ്, നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കുമാണ്, അല്ലെ ഷുഗർ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ക്ഷീണം ഇതൊക്കെ വരിക. അല്ലെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ചിലരൊക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് മരുന്നൊക്കെ കഴിക്കും. പക്ഷേ എന്നാലും കൈക്ക് തരിപ്പ്, കാലിന് വേദന, പെരുപ്പ്, മൊത്തത്തിൽ ഓരോ ഇത് വരിക. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ കിഡ്നി ഡാമേജിലേക്ക് പോവുക. ഹാർട്ട് അറ്റാക്ക് മിക്കവാറും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കോ നെഞ്ചുവേദനയൊക്കെ വന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്യും. ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോഴേക്കും കിഡ്നി ഫങ്ഷൻ കുറയും. പലരിലും അങ്ങനെയാണ്. ഫെയിലിയറിലേക്ക് പോയിട്ടില്ലെങ്കിലും കിഡ്നി ഫങ്ഷൻ, കാരണം ആൻജിയോഗ്രാമിന് ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യും. അത് കിഡ്നിക്ക് ഡാമേജ്, ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും. അത് പലപ്പോഴും ആ കിഡ്നിയുടെ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്നാലും അത് പ്രത്യേകിച്ച് ആരും നോട്ട് ചെയ്യാറില്ല. ഇപ്പം ക്രിയാറ്റിനൊക്കെ 1.4ഉം 1.7ഉം ഒക്കെ ഉള്ളവർക്കും ഇത് ചെയ്യാറുണ്ട്. ആൻജിയോഗ്രാം ഒക്കെ കാണാം. അപ്പോൾ 1.7ലോ 1.4ലൊക്കെ നിൽക്കുന്ന ഒരു ക്രിയാറ്റിൻ ലെവലാണെങ്കിൽ അത് ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോഴേക്കും, ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കിഡ്നി ഫങ്ഷൻ ചിലപ്പം ക്രിയാറ്റിനൊക്കെ 2, 3, 4ലേക്കൊക്കെ കയറി എന്നിരിക്കുക. എല്ലാവർക്കും വരണമെന്നില്ല, ചിലർക്ക് വരാം. അപ്പം നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ടെസ്റ്റ് കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവസാനം റീനൽ ഫെയിലിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് വരുന്നത്. പലപ്പോഴും ഇത് പേഷ്യൻസ് പോലും മനസ്സിലാക്കുന്നുണ്ടാവില്ല. അവർക്ക് ഞാനിതെല്ലാം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നിപ്പം മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റാണ്. ഹാർട്ടിൻ്റെ ഡോക്ടർ ഹാർട്ടിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. നെഫ്രോളജിസ്റ്റാണ് കിഡ്നിയുടെ കാര്യം നോക്കുന്നത്. ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ് ലിവറിൻ്റെ കാര്യം നോക്കുന്നത്. അപ്പം ഈ എല്ലാവരും ഡിവൈഡഡ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവിടെയൊക്കെ പലതും മിസ് ഔട്ടായി പോയെന്നിരിക്കാം. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്ത് ഡിസ്കസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ഒരു ഹോസ്പിറ്റലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമല്ലോ. എല്ലായിടത്തും ഒ പി ഉണ്ടാകും, എല്ലായിടത്തും പേഷ്യൻ്റ് ഉണ്ടാകും, ICU ഉണ്ടാകും. ഇതിനിടയിൽ ഈ കാർഡിയോളജിസ്റ്റും നെഫ്രോളജിസ്റ്റും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിരുന്നു സംസാരിച്ചൊന്നും ആയിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പം ഇതിലൊക്കെ മിസ് ഔട്ട് ഉണ്ടാകും. അപ്പം നമ്മളുടെ ആരോഗ്യം നോക്കാൻ നമുക്ക് റീസണബിൾ ഒരു അറിവുണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളൊരു പ്രൊസീജിയർ, ഒരു മരുന്നിൻ്റെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഒന്നും ആരും പറഞ്ഞു തരികയില്ല. പറഞ്ഞു തരുന്നുണ്ട്, എന്തെങ്കിലും മേജറായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിളിച്ചറിയിക്കാൻ പറയും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളോട് വരാൻ പറയും, അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു ഓപ്പറേഷന് മുമ്പ് എല്ലാ ഡീറ്റെയിൽസും ഒന്നും പറഞ്ഞു തന്നു വെച്ചിട്ട് നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. സോ അവനവൻ്റെ ഇപ്പോൾ എല്ലാ നോളജും എല്ലാം ഡിജിറ്റൽ സൗകര്യങ്ങളും ഗൂഗിളും ഒക്കെ ഉണ്ട്. ഈവൻ ഇപ്പോൾ ChatGPT ഉണ്ട്. ChatGPTയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ആൻജിയോഗ്രാം, വാട്ട് ആർ ദ സൈഡ് ഇഫക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ChatGPT എല്ലാം വിതിൻ സെക്കൻഡ്സ് പറഞ്ഞു തരും. അതുകൊണ്ടുള്ള ഗുണം എന്താ, ദോഷം എന്താ എല്ലാം പറയും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലൊക്കെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു തരും. അപ്പം അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് നമ്മളുടെ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ പണ്ടാണെങ്കിൽ നമ്മൾ വിക്കിപീഡിയയൊക്കെ പോയി നോക്കി എടുക്കേണ്ടി വരും. അപ്പം ChatGPT ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോരാ, ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും പറയും. സോ ഏത് വേർഷനാണെന്നൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ 3 ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ അത് പറഞ്ഞു തരും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നമ്മളൊരു പ്രൊസീജിയറോ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമ്പം ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഡയബറ്റീസിലേക്ക് വന്നു കഴിയുമ്പോൾ ഡയബറ്റീസ് ആദ്യം ഒരു കുഴപ്പമുണ്ടാവില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും ചിലപ്പോൾ ഫെയിലിയറിലേക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഡയബറ്റീസിൽ കുഴപ്പമുണ്ടാക്കുന്നത് ആരാ? ഗ്ലൂക്കോസും. ടൈപ്പ് 2 ഡയബറ്റീസിലാണ് ഇൻസുലിനും ഈക്വലി കൾപ്രിറ്റാണ്. അതിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇൻസുലിൻ ലെവൽ ചിലരുടെയൊക്കെ കാണാം. ഞാൻ യൂഷ്വലി കാണുന്ന ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസ് എല്ലാം ഇൻസുലിൻ കൂടുതലാണ്.
വെരി റെയറായിട്ട് ഒരു നോർമൽ ലെവൽ ഇൻസുലിൻ കാണാറുള്ളൂ. അത് മിക്കവാറും ഈ ഫാമിലിയിലായിട്ട് തന്നെ ഡയബറ്റീസ്, അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനൊക്കെ, അതായത് അവരുടെ പാൻക്രിയാസിനെ കൊണ്ട് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഫാമിലിയിലായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക്. അവരിൽ മാത്രമേ ഒരു നോർമൽ ഇൻസുലിൻ ലെവൽ കാണാറുള്ളൂ. അല്ലാത്തവർ മരുന്ന് എടുക്കുന്നുണ്ടെങ്കിലും മരുന്ന് എടുക്കുന്നില്ലെങ്കിലും ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വെരി ഹൈ ആയിരിക്കും. അതാണ് സിറ്റുവേഷൻ കാണുന്നത്. ഈ ഇൻസുലിൻ നമുക്ക് ഈ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുത്തും. ആക്ച്വലി പ്രത്യേകിച്ച് ഈ റെറ്റിനോപ്പതി ഉണ്ടല്ലോ, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ഏറ്റവും പ്രധാനമായിട്ട് റെറ്റിനോപ്പതിയാണ്. റെറ്റിനോപ്പതി ഇൻസുലിൻ എടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. റെറ്റിനോപ്പതി കണ്ണിന് പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റിൽ കൂടെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഡോക്ടർ മാത്രം എന്താ പറയുന്നത് ഡയറ്റിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ബാക്കി എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഗുളിക തരാനും ഇൻസുലിൻ ഇഞ്ചക്ഷനും അല്ലേ തരുന്നേ. ഈ ഡോക്ടർ മാത്രം എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മോഡേൺ മെഡിസിനിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണ് ബേസിക്കലി മോഡേൺ മെഡിസിനിൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. മരുന്ന് തരിക എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ എന്ത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ 10 കിലോ കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും 10 കിലോ കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കേണ്ടി വരും, നിങ്ങൾ വേഗം വെയിറ്റ് കുറയ്ക്കിട്ടോ, ഒരു 15 കിലോ എല്ലാം കുറയണം എന്നാലേ, അല്ലെങ്കിൽ മുട്ട് മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് എത്രയോ മുമ്പേ പറയും. പക്ഷേ ഒന്നെങ്കിൽ അതിന് സ്വയം നോക്കിയിട്ട് പറ്റുന്നില്ല. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ നോളജ് ഉണ്ടാവണം. അല്ലാതെ പലർക്കും പറ്റില്ല. പക്ഷെ ചിലർക്ക് പറ്റുന്നുണ്ട്. ചിലർ സ്വയം നോക്കി, അപ്പോൾ അവരൊന്നും രോഗത്തിലേക്ക് പോകുന്നില്ല. ഡയബറ്റീസ് വന്നു, ഷുഗർ കൂടുതലാണെന്ന് കണ്ടു, അവർ വേഗം എക്സസൈസും ചെയ്ത് ഡയറ്റും ഒക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുന്ന എത്രയോ പേരെ നമുക്ക്, ഈവൻ ഈ വീഡിയോസ് തന്നെ കണ്ടിട്ട് പേഷ്യൻസ് പറയാറുണ്ട്, ഞാൻ ഇത്രയും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ, ഇപ്പോൾ എൻ്റെ HbA1c ഒക്കെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം 8, 9 ഒക്കെ ആയിരുന്നത് എനിക്കിപ്പോൾ കുറച്ച് 6ലേക്ക് കൊണ്ടുവരാൻ പറ്റി, ഇപ്പം ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ പല പേഷ്യൻസും ഈ വീഡിയോസ് കണ്ട്, നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒന്നും എടുത്തിട്ടല്ല, അല്ലാതെ വീഡിയോസ് കണ്ട് തന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പല രോഗങ്ങളിൽ നിന്നും ഇങ്ങനെ സ്വയം തന്നെ ചിലരൊക്കെ 8ഉം 10ഉം കിലോ ഒക്കെ കുറച്ചിട്ടാണ് വരുന്നത്. പക്ഷേ കൂടുതലുണ്ടാകും, ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ആയിരിക്കും. അപ്പോഴും നമുക്കിപ്പം ഒരു ജസ്റ്റ് പറഞ്ഞു തരാനുള്ള കാര്യങ്ങളൊക്കെ 1 മിനിറ്റ് കൊണ്ട് ഒരു കൺസൾട്ടേഷനിൽ പറഞ്ഞു തരാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അവരവരുടെ കൺവീനിയൻസിന് ഇരുന്ന് മനസ്സിലാക്കി എടുത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ രോഗങ്ങളിൽ നിന്ന് മാറാൻ നോക്കുക. പിന്നെ നമുക്കൊരു പറ്റാത്ത, അതായത് കുറേ മരുന്നുകളും കഴിക്കുന്നുണ്ടല്ലേ, പലതരം രോഗങ്ങളുണ്ട്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്തവർക്ക് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ വേണ്ടി വരുന്നത്. അതിലൊപ്പം നമുക്ക് അതുപോലെ മെറ്റിക്കുലസ് ആയിട്ട് പേഷ്യൻ്റ് എന്താണ് ചെയ്യുന്നത്, അവരുടെ ബോഡിയുടെ കണ്ടീഷൻ അറിയണം, ടെസ്റ്റുകൾ നോക്കണം, അതുപോലെ അവർ കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് അറിയണം, അവർ ചെയ്യുന്ന എക്സസൈസ് എന്താണെന്ന് ക്ലാരിറ്റി ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാം. ഷുഗർ മാത്രമല്ല കൺട്രോൾ ചെയ്യാവുന്നത്, ഡയബറ്റീസ് 2 പ്രശ്നങ്ങളാണ്, ഷുഗറും കൂടുതലാണ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ഇൻസുലിനും കൂടുതലാണ്. ഇത് രണ്ടും കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കറക്റ്റ് ചെയ്യുന്നതിന് വളരെ ഫാസ്റ്റായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ മരുന്നുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമ്മൾ മരുന്ന് നിർത്തി കറക്റ്റ് ഡയറ്റിലേക്ക് പോയാൽ വിതിൻ 24 hours തന്നെ മിക്കവാറും ഷുഗർ കുറഞ്ഞു വരുന്നത് കാണും. ഈവൻ HbA1c കുറഞ്ഞു വരും ഇതിന് വീക്ക് തന്നെ. നമ്മൾ എവറി വീക്ക് HbA1c നോക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രിക്റ്റ് ഡയബറ്റിക് കൺട്രോൾ വേണ്ട പേഷ്യൻസിന് നമ്മൾ എവറി വീക്കാണ് HbA1c നോക്കുന്നത്. കാരണം അത് അല്ലെങ്കിൽ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിയും. അപ്പം കറക്റ്റായിട്ട് നോക്കുന്നില്ല എന്നുള്ളപ്പം പിന്നെ നമുക്ക് അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നത് തന്നെ HbA1cയും വെയിറ്റ് റിഡക്ഷനും ഇതൊക്കെ കൂടെ നോക്കിക്കൊണ്ടാവും. ഈ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഷുഗറും ഇൻസുലിനും രണ്ടും ആക്ച്വലി നമ്മളുടെ ബ്ലഡ് വെസൽസിന് ഡാമേജ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലഡ് വെസൽസിന് ഡാമേജ് വരുന്ന കാരണം എല്ലാ അവയവങ്ങളും, കാരണം ബ്ലഡല്ലേ എല്ലാവർക്കും ന്യൂട്രിഷൻ കൊടുക്കുകയും അതായത് വേസ്റ്റ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പം ബ്ലഡ് വെസൽസിന് ഡാമേജ് വരുന്നതുകൊണ്ടാണ് നെർവ്സിന് ഡാമേജ് വരുന്നത്. രക്തക്കുഴലുകളിൽ ഡാമേജ് വന്നു, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാം, ബ്രെയിനിലേക്ക് സ്ട്രോക്ക് വരാം, കിഡ്നിക്ക് ഡാമേജ് വരാം, കൈക്കും കാലിനും പ്രശ്നങ്ങൾ വരാം, അൾസർ ഇതൊക്കെ വരാം. അതുകൂടാതെ എല്ലായിടത്തേക്കും നെർവ്സ് പോകുന്നുണ്ട്. നമ്മളുടെ കൈയുടെ ടിപ്പ് മുതൽ സെൻസേഷൻ ടച്ച് അറിയുന്നത് മുതൽ വേദന അറിയുന്നത് മുതലൊക്കെ നെർവ്സ് വെച്ചാണ്
ഈവൻ കണ്ണിലും നെർവ്സ് ഉണ്ട്. നെർവ്സ് റെറ്റിന എന്ന് പറയുന്നത് തന്നെ ബ്രെയിനിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മുടെ നമ്മൾ ഈ കാഴ്ച തന്നെ കാണുന്നത്. അതുപോലെ ചെവി, ഹിയറിംഗ്, ഓഡിറ്ററി നെർവ് ഉണ്ട്, വെസ്റ്റിബുൾ മറ്റേ ബാലൻസിൻ്റെ നെർവ് ഉണ്ട്. ഈ നെർവ്സിനും വേണം രക്തം. ആ നെർവ്സിന് ഓരോ നെർവ്സിനും നേരിയ രക്തക്കൊഴലാണ് അതിനെ ചുറ്റി ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്. അപ്പം ഈ നേരിയ രക്തക്കൊഴലുകളാണ് ആദ്യം ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാലിൻ്റെ അറ്റത്തേക്ക് അവിടെ വരുമ്പോഴേക്ക് ഏറ്റവും താഴേക്ക് വരുമ്പോഴേക്ക് ഏറ്റവും നേരിയ നെർവ്സ് വരുന്നത്. അതുപോലെ ഏറ്റവും നേരിയ രക്തക്കൊഴലുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഡയബറ്റീസിൽ വരുന്ന ഗ്ലൗവ് ആൻഡ് സ്റ്റോക്ക് അനസ്തീസിയ, ന്യൂറോപ്പതി എന്ന് പറയുന്നത്, ഈ സെൻസേഷൻ കുറഞ്ഞു വരുന്ന ഏറ്റവും ടിപ്പിലായിരിക്കും കൈയുടെ ഈ ഗ്ലൗസ് ഇടുന്നോടും സോക്സ് ഇടുന്നോടും. അതുപോലെ വയറിനകത്തെ നെർവ്സിനെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് പേഷ്യൻസ് ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ. കാരണം ഈ വയറ് വർക്ക് ചെയ്യുന്ന അതിനകത്ത് നെർവ്സും മസിൽസും ഒക്കെ ഉണ്ട്. അതിന് ഡാമേജ് വരുന്നു. ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിന് ഡാമേജ് വരുന്നു. അതുപോലെ ഹാർട്ടിൽ നെഞ്ചിടിപ്പ് കൂടും, കുറയും. അപ്പോൾ പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻറ്റിനാണ് ഈ നെഞ്ചിടിപ്പ് കുറയുന്നതുകൊണ്ട് പോയി പേസ് മേക്കർ വെക്കേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ നെഞ്ചിടിപ്പിന് കൂടിയെന്നും പറഞ്ഞ് ഇലക്ട്രോ ഫിസിയോളജിക്കൽ ഇങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ നെഞ്ചിടിപ്പ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റെൻറ്റ് ഇടുന്ന പോലെ നമ്മളുടെ കൈ കൂടെ കത്തീറ്ററിൽ പോയി അവിടെ നമ്മളുടെ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഒക്കെ വെച്ച് നമ്മുടെ ഹാർട്ടിലെ നെർവ്സിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ കട്ട് ചെയ്തതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള, അല്ലെ അവിടുത്തെ കുറച്ച് ആവശ്യമില്ലാതെ ഫയറിങ് ചെയ്യുന്ന നെർവ്സ് ആ സിസ്റ്റത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ നെർവ്സിന് രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജ് കൊണ്ട് നമ്മളുടെ ഓരോരോ അവയവങ്ങളിലെയും രക്തക്കൊഴലുകൾ നശിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഡയബറ്റീസിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസിനും കാരണം. ഈവൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന ഈ ഡയബറ്റിക് പേഷ്യൻസിന് അൽഷിമേഴ്സ് ഡിസീസും അതുപോലെ ഡെമെൻഷ്യ, പ്രായമാകുമ്പോൾ ഉള്ള ഓർമ്മക്കുറവും ഡെമെൻഷ്യയൊക്കെ ചാൻസ് കൂടുതലാണ്. അതിന് കാരണം ഗ്ലൂക്കോസ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസുലിന്. അപ്പോൾ ഇൻസുലിൻ കൊണ്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന ഡയബറ്റിക് പേഷ്യൻസിന് അൽഷിമേഴ്സ് പോലുള്ള വരാൻ ചാൻസ് കൂടുതലാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് കാണിക്കുന്നത്. പിന്നെ ഈ കണ്ണിലെ റെറ്റിനോപ്പതി, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അവിടെയാണെങ്കിലും കാരണം ഈ ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഫാക്ടർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അത് പുതിയ രക്തക്കൊഴലുകളെ ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു പ്രൊമോഷൻ സഹായിക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഈ റെറ്റിനയ്ക്കകത്ത്, അതായത് കണ്ണിൻ്റെ ആ നെർവ്സിൻ്റെ അങ്ങോട്ട്, പ്രത്യേകിച്ച് അവിടെ ഒരു മാക്കുല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ നെർവ്സ് ഇരിക്കുന്നത്. അങ്ങോട്ട് വളർന്ന് ഈ രക്തക്കൊഴലുകൾ അങ്ങോട്ട്, അവിടെ രക്തം കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് വളർത്തി കൊടുക്കാനാണ് നോക്കുന്നത്. അവിടെ വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാഴ്ച പോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിനോട് കണ്ണ് ചെക്ക് ചെയ്യാൻ പറയുന്നത്. തുടക്കം എന്തെങ്കിലും ഉണ്ട്, പക്ഷേ ഇതൊക്കെ ചെയ്താലും വലിയ നമുക്ക് കാര്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ റെറ്റിനോപ്പതി തുടങ്ങി, അപ്പോൾ ഇനി അതിന് പോയി നമ്മൾ ലേസർ ചെയ്താലും ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും ഒക്കെ ചെയ്താലും വലിയ കാര്യമൊന്നും, കുറച്ചൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ സഹായിക്കുന്നല്ലാതെ കാഴ്ചയുടെ കുറവ് പ്രോഗ്രസ് ചെയ്യുക തന്നെ ചെയ്യും. പ്രോഗ്രസ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, ഷുഗർ കൺട്രോൾ ചെയ്യണം, ഇൻസുലിനും കുറയ്ക്കണം. ഇൻസുലിനും കുറയ്ക്കണം, ഷുഗറും കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, ഡയറ്റ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം. നമുക്ക് ബോഡിയിൽ വേണ്ട ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് 100% നമുക്ക് രോഗി വില്ലിങ് ആണെങ്കിൽ 100% പറ്റുന്നേ ഉള്ളൂ. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കും. പലപ്പോഴും ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷമായിട്ട് ഡോക്ടറിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതെന്ന് പറയും. വരുന്ന പേഷ്യൻസ് പറയുന്നതാണ്, കഴിഞ്ഞ വർഷം നോക്കുമ്പം ക്രിയാറ്റിനും 1.7 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു 6 മാസം മുമ്പ് നോക്കിയപ്പോൾ അത് 2.2 ആയി. കിഡ്നിയുടെ ഫങ്ഷനാണ്. യൂഷ്വലി GFR ഒന്നും ആരും നോക്കിയാൽ ക്രിയാറ്റിനിൻ നോട്ടമുള്ളൂ. ഇപ്പം ക്രിയാറ്റിനിൻ കൂടി 5.5 ആയി. അപ്പോഴാണ് വരുന്നത്.
അപ്പോൾ ഇപ്പം ഡയാലിസിസ് ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ആൾ വരുന്നത്. ഇതിന് മുമ്പ് ഇതൊക്കെ കേട്ടു, ഡയബറ്റിസ് മാറ്റാം, ഇവർക്ക് ഡയബറ്റിസും കാണും ഹൈപ്പർ ടെൻഷനും കാണും. ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഒബേസിറ്റി, ഈ 3 കാര്യങ്ങളാണ് കിഡ്നിക്ക് ഫെയിലിയറും കണ്ണിന് പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് മൂന്നും പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്, ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി ഉണ്ട്, ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ട്, ഹൈപ്പർ ടെൻസീവ് നെഫ്രോപ്പതി ഉണ്ട്. ഇപ്പം രണ്ടും കൂടെ ഉള്ളവർക്ക് ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒബേസിറ്റിയും കൂടി ഇവർക്കെല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു കെട്ട് മരുന്നും കഴിക്കുന്നുണ്ടാവും. ഇതെല്ലാം ലിവറിനെയും കിഡ്നിയാണല്ലോ ബാധിക്കുന്നത്. അപ്പം ഈ സ്റ്റേജിലിരുന്ന് ആദ്യകാലത്തൊന്നും അനങ്ങാതെ ഇരുന്ന് എൻഡ് സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ചെയ്യുന്നതിന് കാര്യങ്ങൾക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ കാണാറുണ്ട്, അവയർനെസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ആക്ട് ചെയ്യാതിരിക്കും, അനങ്ങാതിരിക്കും. എന്നിട്ട് എൻഡ് സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. നമുക്കറിയാലോ, ഒരു കാറിനാണെങ്കിലും നമ്മളൊരു എൻജിൻ അത് തീരെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ തുടക്കത്തിൽ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നന്നായിട്ട് തിരിച്ചെടുക്കുക. ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ബോഡിക്ക് റിപ്പയർ ചെയ്യാനുള്ള ധാരാളം കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എൻഡ് സ്റ്റേജ് എത്തിക്കാതെ നമ്മൾ തുടക്കത്തിലേ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് ലെവലിൽ എത്തിക്കഴിയുമ്പോഴെങ്കിലും, ഈവൻ ക്രിയാറ്റിനൊക്കെ ഒരു 2 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. 5, 6, 7, 8 ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് റിപ്പയർ പോസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡയബറ്റിസിൽ ഡാമേജ് വരുത്തുന്നത്, ഫസ്റ്റ് ഡാമേജ് വരുന്ന രക്തക്കുഴലുകൾക്കാണ്. അത് ഹാർട്ടിൻ്റെന് വന്നാൽ ഹാർട്ട് അറ്റാക്ക് വരും, ബ്രെയിനിൽ വന്നാൽ സ്ട്രോക്ക് വരും, അല്ലെങ്കിൽ ഡെമെൻഷ്യ വരും, ഓർമ്മക്കുറവ് വരും, അങ്ങനത്തെ പ്രോബ്ലംസിലേക്ക് പോകും. കിഡ്നിയിൽ വന്നു റീനൽ ഫെയിലിയർ വരും. കയ്യിലും കാലിലും ഒക്കെയാണ് തരിപ്പ്, ഇതൊക്കെ ആയിരിക്കും. പിന്നെ കാലിൽ അൾസർ, നോൺ ഹീലിംഗ് അൾസർ, അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിൽ ഏത് അവയവത്തെ വേണേലും ബാധിക്കാം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഡയബറ്റിക് പേഷ്യൻസിന് കൂടുതലാണെന്ന് നമുക്കറിയാം. ക്യാൻസറിൻ്റെ പോസിബിലിറ്റിയും കൂടുതലാണ്. കാരണം അവിടെയും ക്യാൻസറിൻ്റെ പോസിബിലിറ്റി കൂട്ടാൻ ഒന്ന് ഗ്ലൂക്കോസ് കൂട്ടും. കാരണം ക്യാൻസർ സെൽസിന് വളരാൻ വേണ്ടത് ഗ്ലൂക്കോസാണ്. പ്ലെൻറ്റി ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അവർക്ക് വളരാൻ നല്ല സാഹചര്യമാണ്. അതുപോലെ ഇൻസുലിൻ കൂടി നിൽക്കുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പർലി വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഡാമേജ്ഡ് സെൽസ്, ക്യാൻസർ സെൽസൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ ക്യാൻസർ സെല്ല് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ച് മാറ്റേണ്ടത് ഇമ്മ്യൂൺ സിസ്റ്റം സെൽസാണ്. അവർക്ക് ഫാഗോസൈറ്റോസിസ് എന്നൊരു പ്രോസസ്സുണ്ട്, അത് പറ്റാതെ വരും. അപ്പം ഇൻസുലിൻ കൂടുന്നതും ക്യാൻസർ സാധ്യത കൂട്ടും. അപ്പം ഡയബറ്റിക് പേഷ്യൻസ് മനസ്സിലാക്കുക, ഇൻസുലിൻ നമ്മൾ ക്യാൻസർ പേഷ്യൻസ് മനസ്സിലാക്കുക, ഡയബറ്റിക് ആണെങ്കിൽ ഇൻസുലിൻ ലെവൽ, നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് റെക്കറൻസ്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്താലും റെക്കറൻസ് വരാനുള്ള പോസിബിലിറ്റി ഈസ് ഡെഫിനറ്റ്ലി ഹൈ ആയിരിക്കും. എന്ത് ലേറ്റസ്റ്റ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്താലും ഒക്കെ നമ്മൾ റിയലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. എത്ര എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഈവൻ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഡയബറ്റിസ് മാത്രമുള്ളവർക്കാണ് HbA1c 5.5 കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. ഡയബറ്റിസും ക്യാൻസറോ അല്ലെങ്കിൽ ഈ ട്യൂമർ മാർക്കേഴ്സ് പോസിറ്റീവ്, ക്യാൻസർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല, PSA കൂടുതൽ, അല്ലെങ്കിൽ കോളൻ ക്യാൻസറിൻ്റെതോ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസറിൻ്റെയോ ഒക്കെ, അതായത് അതിൻ്റെ തുടക്കത്തിൽ കൂടുന്നതാണ് ഈ ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ട്യൂമർ മാർക്കേഴ്സ് കൂടുതലാണെങ്കിൽ അത് കുറച്ച് കൂടി തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ചെറിയ തോതിലാണ്, വിതിൻ വീക്സ് തന്നെ അത് കുറഞ്ഞു വരുന്നത് കാണാം നമ്മൾ. അപ്പം ഓൾറെഡി ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന പലതരം ക്യാൻസേഴ്സ് ഉണ്ടല്ലോ, ഈ ഈവൻ ബ്ലഡിനെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ മയലോമ, ഓവറി, യൂട്രസ്, ഇതിലൊക്കെ വരുന്ന ക്യാൻസർ ഈവൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവരാണെങ്കിലും ഡയബറ്റീസിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ നമ്മൾ വരാതിരിക്കണമെങ്കിൽ ഡയബറ്റീസിൽ നിന്ന് മാറുക, HbA1c പ്രിഫറബിളി 5 താഴെ കൊണ്ടുവരിക. അപ്പം അതും പോസിബിളാണ്. നമ്മൾ പല പേഷ്യൻസും അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. HbA1c എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നിർത്തുമ്പം, അതായത് അതിൻ്റെ അർത്ഥം എന്താ, നമ്മളുടെ അവൈലബിലിറ്റി ഓഫ് ഗ്ലൂക്കോസ് കുറവാണ് ബോഡിയിൽ. അപ്പോൾ ക്യാൻസർ സെല്ലിന് വളരാൻ പറ്റില്ല. അതുപോലെ ഇൻസുലിൻ്റെ അളവിൽ ലോ നോർമലാക്കി നിർത്തണം. ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിയുമ്പോൾ നാച്ചുറലി ഇൻസുലിനും കുറഞ്ഞു വരും. അപ്പോൾ ഇൻസുലിൻ ഏറ്റവും കുറഞ്ഞു വരുമ്പം നമ്മളുടെ ബോഡിക്ക് ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അവിടെയാണ് ശരിക്കും നമ്മൾ പറയുമല്ലോ ഈ ഫാസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് ശരിക്കും അങ്ങനെയാണ്. നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇൻസുലിൻ ലെവൽ കുറയും. ഇൻസുലിൻ ലെവൽ കുറയുമ്പം നമ്മളുടെ
ഗ്ലൂക്കോസ് ലെവലും കുറയും, ഇൻസുലിൻ ലെവലും കുറയും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്യാൻസർ പോസിബിലിറ്റി തന്നെ അവിടെ തന്നെ കുറച്ച് ക്യാൻസർ സെൽസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫാസ്റ്റിങ്ങിൽ തന്നെ അതിനെ ഡിസ്ട്രോയിഡ് ആവും. പക്ഷേ എൻ്റെ പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ്. ഡെഫിനറ്റ്ലി നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെയുള്ള മധുരവും ഞാൻ ഫാസ്റ്റ് ചെയ്താണല്ലോ എന്ന് പറഞ്ഞുള്ള ജങ്ക് ഫുഡ് എല്ലാം കൂടി മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഫുള്ളി കിട്ടണമെന്നില്ല. അതിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ജീവിത രീതിയും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, പ്രമേഹം ഉണ്ടോ എന്ന് സംശയം തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് ബ്ലഡ് ഗ്ലൂക്കോസിനൊപ്പം HbA1cയും ഇൻസുലിൻ ലെവലും നോക്കി ടൈപ്പ് 1 പ്രമേഹമാണോ ടൈപ്പ് 2 പ്രമേഹമാണോ എന്ന് തിരിച്ചറിയുക എന്നതാണ്. പ്രായപൂർത്തിയായവരിൽ ഇൻസുലിൻ ലെവൽ നോർമലോ കൂടുതലോ ആണ് എങ്കിൽ അത് ടൈപ്പ് 2 പ്രമേഹമാകാം. 2, കുട്ടികളിലെ പ്രമേഹത്തിൽ തുടക്കത്തിൽ ഇൻസുലിൻ നോർമൽ ലെവലാകാം. രോഗം തുടങ്ങി 1-2 വർഷമാകുമ്പോഴേക്കുമാണ് ഇൻസുലിൻ തീരെ കുറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡി ടെസ്റ്റ് നോക്കി തുടക്കത്തിലെ തന്നെ ജീവിതശൈലി ക്രമപ്പെടുത്തി ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനായാൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെല്ലുകൾ നശിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷൻ വേണ്ടിവരുന്ന അവസ്ഥ ഒഴിവാക്കാൻ കഴിഞ്ഞെന്നിരിക്കും. 3, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ രക്തക്കുഴലുകളെ ഉള്ളിൽ നിന്നും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കോശങ്ങൾക്കാണ് ആദ്യം നാശം സംഭവിക്കുന്നത്. ഏത് ശരീരഭാഗത്തെ രക്തക്കുഴലുകളാണ് നശിക്കപ്പെടുന്നത് എന്നതനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രം. 4, ഗ്ലൂക്കോസിനൊപ്പം ചികിത്സയുടെ ഭാഗമായി ഇൻസുലിൻ ലെവലും കൂടി കൂടുമ്പോൾ ശരീരത്തിൽ കൊഴുപ്പടിയാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിച്ച് മരുന്നുകൾ ഇൻസുലിൻ പോലും വലിക്കാത്ത അവസ്ഥയിലെത്തും. 5, മരുന്നുകളിലൂടെ പ്രമേഹം മാറ്റാനാകില്ല. പക്ഷേ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ 100% തടയാനാകുന്നതും ഒരിക്കൽ വന്നാലും എത്ര പഴകിയതാണെങ്കിലും മാറ്റാനാവുന്നതുമായ രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. പക്ഷേ കിഡ്നിയിലെ നെഫ്രോൺസും നെർവ് കോശങ്ങളും തീരെ നശിച്ചാൽ അവയെ തിരികെ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കണമെന്നില്ല. 6, ദഹിക്കുമ്പോൾ ഗ്ലൂക്കോസായി മാറ്റപ്പെടുന്ന അന്നജം കൂടുതലായുള്ള അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഒക്കെ ഷുഗർ കൂടി നിൽക്കുമ്പോൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് പിന്നെ എന്ത് കഴിക്കും എന്നതാണ്. ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യമാംസാദികൾ തുടങ്ങിയവ മിതമായ അളവിൽ കഴിക്കാം. ഷുഗർ നോർമലായാൽ പച്ചക്കറികൾ മിതമായി കഴിച്ചു തുടങ്ങാം. ശരീരത്തിലെ അമിത കൊഴുപ്പ് മാറി ഇൻസുലിൻ പ്രവർത്തനക്ഷമമായാൽ കായികാധ്വാനത്തിനനുസരിച്ച് മിതമായ അളവിൽ ഷുഗർ കൂടാത്ത രീതിയിൽ പഴവർഗ്ഗങ്ങളും അരിയാഹാരവും കഴിച്ചു തുടങ്ങാം. 8, പാൻക്രിയാസിന് ഇൻസുലിൻ ഒട്ടും ഉണ്ടാക്കാൻ കഴിയാത്ത ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആവശ്യമാണ്. എന്നാൽ അമിത കൊഴുപ്പുള്ള ടൈപ്പ് 1 രോഗികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടി ഉണ്ടാകാം. അമിതമായി അന്നജവും കൊഴുപ്പും കഴിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷനും എടുത്താൽ കൊഴുപ്പ് കൂടി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി, അതായത് ടൈപ്പ് 1 ഡയബറ്റീസിനൊപ്പം ടൈപ്പ് 2 ഡയബറ്റീസും കൂടെ വന്ന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്താലും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലെത്തും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും
ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഈ പ്രമേഹ രോഗികൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. ബേസിക്കലി, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈപ്പ് 2 ഡയബറ്റീസിൽ പേഷ്യൻ്റ് വില്ലിങ് ആണെങ്കിൽ 100% നമുക്ക് ഷുഗർ കൺട്രോൾ വരുത്താൻ പറ്റും. യൂഷ്വലി വിതിൻ 24 hours തന്നെ, ഇപ്പം എത്ര 3-4 ഗുളികയും ഇൻസുലിനും എടുത്താലും ഷുഗർ കൺട്രോൾ അല്ലാത്ത ആൾക്ക് തന്നെ വിതിൻ 2-3 days യൂഷ്വലി 24 hours ഷുഗർ കൺട്രോൾ ആവും. അപ്പോൾ പലർക്കും പേഷ്യൻറ്റിന് തന്നെ ഇത് അത്ഭുതം, ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത്. ഇതെന്താ ഡോക്ടർ ഇങ്ങനെയെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതെന്താ, ഞാൻ ഇത്ര നാൾ ഇൻസുലിൻ വഴി മരുന്നെല്ലാം എടുത്തുകൊണ്ടിരുന്നിട്ടും
എൻ്റെ ഷുഗറൊന്നും കൺട്രോളല്ല. ഇതാ ഇപ്പം എനിക്ക് 8th ഡേ വരുമ്പോൾ തന്നെ ഷുഗർ പക്ക കൺട്രോളാണ്. 120, 110 ആ നിലയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതെന്താ എന്ന് അവർക്ക് പലർക്കും അത്ഭുതം തോന്നുന്ന ഒരു രീതിയിൽ തന്നെ വ്യത്യാസം വരുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്തേലും അതിൻ്റെ ഇടയിൽ ചിലരുണ്ട്, എന്നാൽ ഇനിയും ഞാൻ കുറച്ച് ചോറുണ്ടായാലോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷുഗർ കൂടുമെന്ന് നോക്കുന്നവർ. ഡെഫിനറ്റ്ലി കൂടും. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ബോഡി കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിന്നെയും കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കൂടും. കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ 20, 30, 40 വർഷങ്ങളൊക്കെ ആയിട്ട് ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കും ഡയബറ്റീസിൽ നിന്ന് മാറാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒന്ന്. ഡയബറ്റീസിൽ നിന്ന് മാറാൻ പറ്റുന്നു എന്ന് മാത്രമല്ല, ഇപ്പം റീനൽ ഫെയിലിയർ ഒക്കെ വന്ന് ഒരു 4ലേക്ക് വന്ന്, അതായത് GFR ഒക്കെ 20, 30ലേക്കൊക്കെ വന്നവരെ നെക്സ്റ്റ് ലെവലിലേക്ക് അറ്റ്ലീസ്റ്റ് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ താഴോട്ട് പോരുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരും. അത് കിഡ്നിയുടെ കാര്യത്തിലാണ് നമുക്ക് വെരി എവിഡൻ്റ് ആയിട്ട് കാണാവുന്നത്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എല്ലാ ഓർഗനും. കിഡ്നി വരുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഏറ്റവും ബുദ്ധിമുട്ട് കിഡ്നി രോഗികളെ ട്രീറ്റ് ചെയ്യാനാണ്. അതും പ്രത്യേകിച്ച് GFR താഴുന്നതനുസരിച്ച് പ്രോബ്ലം കൂടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കിഡ്നിക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രോട്ടീൻ കൊടുക്കാൻ പറ്റില്ല. അതായത് ഇതിനകത്ത് ന്യൂട്രീഷനും എക്സസൈസും ആണല്ലോ വരുന്നത്. അപ്പോൾ അവർക്ക് അധികം എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം മസിൽ ഡാം എക്സസൈസ് വരുമ്പം അതിൻ്റെതായ ഡിഫിക്കൽറ്റി വരും. റീനൽ ഫെയിലിയറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റിയും പറ്റില്ല, റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും, ഫുഡും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ഐഡിയൽ ഒരാൾക്ക് ഒരു 50 ഗ്രാം പ്രോട്ടീൻ വേണം. നമ്മൾ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള പേഷ്യൻ്റാണെങ്കിൽ ഒരു 4500 മില്ലിഗ്രാം പൊട്ടാസ്യം ഒക്കെയാണ് നമ്മൾ ഐഡിയലി BP കൺട്രോളിനും ഒക്കെ വേണ്ടത്. പക്ഷെ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. കിഡ്നി പേഷ്യൻസ് ഫെയിലിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പൊട്ടാസ്യം പോലും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ലീച്ച് ചെയ്ത്, അതായത് തിളപ്പിച്ച് കളഞ്ഞിട്ട് വേണം പച്ചക്കറിയും എന്ത് സാധനം അവർ കഴിക്കാനായിട്ട്. അതായത് പൊട്ടാസ്യം കളയാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ച് കളയുന്നത്. നമുക്ക് സാധാരണ നമ്മളുടെ ഒരു ഡയറ്റിൽ നമുക്ക് ആവശ്യത്തിന് പൊട്ടാസ്യം കിട്ടുന്നില്ല. അപ്പം നമ്മളതെല്ലാം കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിലെ സ്പെഷ്യൽ ഫുഡിനകത്ത് നമ്മൾ ഒരു ദിവസത്തെ പൊട്ടാസ്യം കണ്ടന്റ്, അത് ഡാഷ് ഡയറ്റിൽ, നമ്മൾ ഒരു ഐഡിയൽ ഡയറ്റിൽ പറയുന്ന പോലെ ഒരു 3500 to 4500ലേക്ക് ഇൻക്രീസ് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ അതൊന്നും ഈ കിഡ്നി പേഷ്യൻസ് ഈവൻ നമ്മൾ റെസ്ട്രിക്ഷൻ, നമ്മൾ GFR 60ക്ക് താഴെ വന്നാൽ മുതൽ റെസ്ട്രിക്ഷൻ തുടങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ നമ്മളുടെ ആ ഇഫക്റ്റീവ്നെസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കിഡ്നി ഫങ്ഷനൊക്കെ ചെറുതായിട്ട് ക്രിയാറ്റിനൊക്കെ നോർമൽ റേഞ്ചിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ക്രിയാറ്റിൻ 1ന് മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ GFR കുറയാൻ തുടങ്ങി. ഒരു 1.5ന് മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ GFR മിക്കവാറും 40ക്ക് താഴെ, 60ക്ക് താഴെയായിട്ടുണ്ടാവും. അതൊരു 3rd ലെവൽ ഓഫ് റീനൽ ഫെയിലിയറിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3rd ലെവലിലേക്ക് വന്നാലും മിക്കവാറും ഈ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും അവരുടെ തിരിച്ച് നമ്മൾ ഗ്രേഡ് 2ലേക്ക്, അതായത് എബോവ് 60ലേക്ക് GFR കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത്ര എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറ്റ് കുറച്ചും കൂടെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ട് എൻഡ് സ്റ്റേജിലെത്തി ഡയാലിസിസിൽ എത്തുമ്പോഴല്ല നമ്മൾ ഇതിനൊക്കെ നോക്കേണ്ടത്. ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ നമ്മൾ പ്രീ ഡയബറ്റിക് ആകുമ്പോഴേ കഴിയുമെങ്കിൽ നോക്കുക. ഓവർ വെയ്റ്റ് വരുമ്പോൾ തന്നെ, അതും കഴിഞ്ഞിട്ടാണല്ലോ പ്രീ ഡയബറ്റീസിലേക്കൊക്കെ വരുന്നത്. വയറ് കൂടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ സെൽഫ് കൺട്രോൾ. അപ്പം നമുക്ക് അതൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് കാലറി റെസ്ട്രിക്റ്റ് ചെയ്ത്, അതായത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ നമ്മുടെ ഫുഡിലെ കുറച്ച് എക്സസൈസും ചെയ്ത് നമുക്ക് സ്വയം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ പലതരം രോഗമായി, ഹാർട്ട് അറ്റാക്ക് വന്നു, അതിന് വേണ്ടിയിട്ടൊരു 3-4 മരുന്ന്, BP ഉണ്ട്, ഷുഗറുണ്ട്, എല്ലാത്തിനും കൂടെ മരുന്ന് കഴിക്കുന്നവർക്ക് തന്നെ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് വേണ്ടി വരുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് എടുക്കാൻ വില്ലിങ് ആയ പേഷ്യൻസ് എത്ര മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും, എത്ര അസുഖങ്ങളുണ്ടെങ്കിലും എല്ലാം ഒരേ സമയം തന്നെ റിവേഴ്സ് ചെയ്യുന്ന അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലല്ലോ. നമുക്ക് മോഡേൺ മെഡിസിനിൽ നമ്മൾ മരുന്ന് ഓരോന്നിനും മരുന്ന് തരാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പലരും ഉണ്ട് വന്നിട്ട് അത് എങ്ങനെയാണ് ഇവൻ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ട് തന്നെ, അപ്പോൾ അത് നടക്കുമോ? ഇപ്പം ഡയബറ്റീസിന് വർഷങ്ങളായിട്ട് മരുന്നുണ്ട്, നല്ല ഓവർ വെയ്റ്റും ആയിരിക്കും പലരും ഇങ്ങനെയുള്ളവർ. അവർ വന്നിട്ട് ഒക്കെ അങ്ങ്
ആ ഒരു വില്ലിങ്നെസ് ബേസിക്കലി ഇവരെല്ലാം എനിക്ക് തോന്നുന്നു ഡയബറ്റിക് പേഷ്യൻസിന് ഒരു പേടി എന്നാന്ന് വെച്ചാൽ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയാണ്. ആക്ച്വലി ഫുഡ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഈ മരുന്നെല്ലാം കഴിക്കുന്നതുകൊണ്ടാണ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് തോന്നുന്നത് കൂടുതൽ പേര് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്കൊക്കെ വരാതെ സെൽഫ് നോക്കിക്കൊണ്ട് പറ്റില്ല. നമ്മൾ ഡയബറ്റീസിൻ്റെ പേഷ്യൻസിന് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് എല്ലാ ഡയബറ്റീസ് മെഡിസിനും നിർത്തുകയാണ്. അപ്പോൾ അതോടുകൂടി തന്നെ ഈ ഫുഡിനോടുള്ള ക്രേവിങ്ങും ഗ്ലൂക്കോസ് താഴെ പോവുക, കുറഞ്ഞു പോവുക, കൂടുക, ഇത് തന്നെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മരുന്നുകൾ നിർത്തി കഴിയുമ്പോൾ തന്നെ വയറിനും ആശ്വാസമാകും, ഫുഡിനോടുള്ള താല്പര്യവും കുറയും, കംഫർട്ടബിൾ ആകും പേഷ്യൻ്റ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഈ പേഷ്യൻസ് ഇതിനേക്കൊരു റെസ്ട്രിക്ഷൻ കാണിക്കുന്ന എനിക്ക് തോന്നുന്നത് ഈ ഡയറ്റ് കൺട്രോൾ എനിക്ക് പറ്റുമോ എന്നുള്ളതും എക്സസൈസ് പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ്, പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഈവൻ പ്രായമായൊരു 70, 80 ഒക്കെ വയസ്സുള്ളവർ പോലും ഇത് ചെയ്യുന്നതുകൊണ്ട് ഇത് ബെഡിൽ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ്. അവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ഈവൻ ആർത്രൈറ്റിസ് പേഷ്യൻസ്, ആർത്രൈറ്റിസും അതിൻ്റെ കൂടെ ഡയബറ്റീസും കാണും കേട്ടോ പലപ്പോഴും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസും ആർത്രൈറ്റിസ് ഇത്തരം പേഷ്യൻസിന് പോലും എക്സസൈസ് ചെയ്യാനും വെയിറ്റ് നമ്മൾ ടാർഗറ്റ് അനുസരിച്ച് കുറച്ചുകൊണ്ട് വരാനും പറ്റുന്നുള്ളതാണ്. യൂഷ്വലി കറക്റ്റായിട്ട് നോക്കി ഒരു 20% വെയിറ്റ് റിഡക്ഷൻ, 100 കിലോ ഉള്ള ആൾക്ക് 80ലേക്ക് 3 മാസം കൊണ്ട് എത്താൻ പറ്റും. അതാണ് നമ്മളൊരു നല്ല റിസൾട്ട്, ഒരു ഡിസ്റ്റിങ്ഷൻ റിസൾട്ട് എന്ന് കാണുന്നത്. അപ്പോൾ അത് പോസിബിളാണ്. അപ്പോൾ ഡയബറ്റീസ് മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ മിക്കവാറും അതിലെല്ലാം കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ എല്ലാം ഡിപ്പെൻസ് പേഷ്യൻറ്റിൻ്റെ വില്ലിങ്നെസ് ആണ്. അതായത് രോഗിക്ക് അല്ലെങ്കിൽ പേഷ്യൻറ്റിനൊരു മനസ്സുണ്ടാവണം, എനിക്ക് ഈ മരുന്നൊക്കെ ഇല്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കണം, ഈ ഇൻസുലിനും എവിടെ പോയാലും ഇൻസുലിനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ചിലരൊക്കെ വരും, ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്ത മാസം, അപ്പം അത് കഴിഞ്ഞിട്ട് വരാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇതൊക്കെ തുടങ്ങാമെന്ന്. ആക്ച്വലി ട്രിപ്പ് പോകുമ്പം ഈ ഇൻസുലിനും ഉള്ള മരുന്നുകളും ഒക്കെ കെട്ടി നമ്മൾ പൊതിഞ്ഞ് ഉള്ള ബുദ്ധിമുട്ട് ഈവൻ പേഷ്യൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് പറയാനുണ്ടോ ഡോക്ടർ ഇപ്പോഴാണൊന്ന് സമാധാനമായത്, അല്ലെങ്കിൽ എവിടെ പോകണമെന്നുണ്ടെങ്കിലും ഈ ഇൻസുലിനും എല്ലാം പാക്ക് ചെയ്യുന്ന മരുന്നുകളും പാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും. ഇപ്പോൾ എനിക്ക് സമാധാനമായി, ഒന്നും മരുന്നും ഇൻസുലിനും ഇല്ലാതെ മരുന്നിനെക്കുറിച്ച് ബോധർ ചെയ്യാതെ പോകാൻ പറ്റുമല്ലോ എന്ന്. സോ നമ്മളിപ്പോൾ ഒരു ട്രിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ട്രാവലോ ഒക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മരുന്നിൽ നിന്ന് മാറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മോർ സേഫ് ആകുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം മരുന്ന് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വെപ്രാളമാകും, അല്ലെങ്കിൽ ബാഗേജിനകത്ത് മരുന്നിൻ്റെ ബാഗ് വേറെ എവിടെയെങ്കിലും ആയിപ്പോയാൽ പ്രശ്നമായി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആ മരുന്നിൽ നിന്ന് മോചനം നേടാൻ നോക്കുക. അതാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30-നുള്ള ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.